നമസ്കാരം, യു അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് CSEBയുടെ പുതിയ സിലബസിലെയും പിന്നെ PSCക്കൊക്കെ ഓൾറെഡി ഉള്ള കുറച്ച് ടോപ്പിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന് ചൂസ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എമംഗ് ദ ഫോളോയിങ്. അപ്പോൾ ഈ കൂട്ടത്തിൽ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് ഒരെണ്ണമുണ്ട്, അതേതാണെന്ന് കണ്ടുപിടിക്കാനാണ്. എയർ ടൈറ്റ്, റേഡിയോ വേവ്, ബ്രദർ ഇൻ ലോയ്, ഡോർ ബെല്ല്. അപ്പം കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ, രണ്ട് വ്യത്യസ്ത വാക്കുകൾ, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ചേർന്ന് പുതിയൊരു വേർഡ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കോമ്പൗണ്ട് വേർഡ്സ് നമ്മൾ മെയിനായിട്ട് 3 തരമാണുള്ളത്. അതിൽ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഇപ്പോൾ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, പിന്നെ വരുന്നത് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ കോമ്പൗണ്ട് വേർഡ് എന്നുള്ളതിന് ഞാൻ ജസ്റ്റ് CW എന്നങ്ങ് എഴുതിയതേ ഉള്ളൂ, കോമ്പൗണ്ട് വേർഡ് തന്നെ വേണം. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, പിന്നെന്താ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. അപ്പം 3 തരം വരുന്നത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സെപ്പറേഷനും ഇല്ലാതെ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഏതാ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് വരുന്നത്? എയർ ടൈറ്റ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എയർ ടൈറ്റ് ആണ്. ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സെപ്പറേഷനും ഇല്ലാതെ 2 വാക്കും കൂടെ ഒന്നിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾ നോക്കുവാണ്. എന്നാ, ആഫ്റ്റർനൂൺ ഒന്നിച്ചല്ലേ ഇരിക്കുന്നത്, സെപ്പറേഷൻ ഒന്നും ഇല്ലല്ലോ. എയർപോർട്ട്, ഐബ്രോ, റോൾ ഔട്ട്, ക്യാമ്പ് ഫയർ. ഇതെല്ലാം എന്താ, ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്സിൻ്റെ എക്സാമ്പിൾ. അതിന് കാരണം സെപ്പറേഷൻസ് ഒന്നുമില്ല. ഇനി ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് നോക്കുവാണെങ്കിൽ ഇതിൽ ഈ റേഡിയോ വേവും ഡോർബെല്ലും ഒക്കെ ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് ഉണ്ട്. അതായത് അത് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിളായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? ക്രിസ്മസ് ട്രീ, രണ്ടും 2 വാക്കായിട്ടാണല്ലോ എഴുതുന്നത്. റേഡിയോ വേവ്, ക്യാഷ് ഫ്ലോ, ഐസ്ക്രീം, ബാക്ക് ബോൺ, ഡോർബെല്ല്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. അപ്പോൾ അത് ജസ്റ്റ് എന്നാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്നാ, ബ്രദർ ഇൻ ലോ ഹൈഫനേറ്റഡ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ വേർഡ്സ്, അതൊരു ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡാണ്. ബ്രദർ ഇൻ ലോയ്. ഇനി ചെക്കിന്, ചെക്കൗട്ട്, വൺ സൈഡഡ്, വെൽബീയിങ്. അപ്പോൾ ഇതൊക്കെ ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ്സിൽ വരും. അപ്പോൾ കോമ്പൗണ്ട് വേർഡ്സ് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. കോമ്പൗണ്ട് വേർഡ്സ് എന്ന് പറഞ്ഞാൽ 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഡ്സ് കൂട്ടി പുതിയ ഒരു വേർഡ് ഉണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. അപ്പോൾ അതിൽ ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്, ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്, ഹൈഫനേറ്റഡ് കോമ്പൗണ്ട് വേർഡ് അങ്ങനെ വരും. അപ്പോൾ ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ അത് സെപ്പറേഷൻ ഒന്നുമില്ല, 2 വേർഡും കൂടെ ഒന്നിച്ചാണ് എഴുതുന്നത്. ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്സ് ആണ് 2 വേർഡ്സ് ആയിട്ട് തന്നെ ആണ് എഴുതുന്നത്. ഹൈഫനേറ്റഡിൻ്റെ കേസിലാണെങ്കിൽ അത് ഹൈഫനിട്ടിട്ട വേർഡ്സ് തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കും. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഷീ എക്സ്പെക്ട്സ് ഡാഷ് ദ വർക്ക് അറ്റ് 5 PM. അപ്പം ഓപ്ഷൻസ് ടു കംപ്ലീറ്റ്, കംപ്ലീറ്റ്സ്, കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ കോമ്പറ്റിറ്റീവ് എക്സാംസിന് ഇംഗ്ലീഷിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഷോർട്ട് കട്ട്സ് ഒന്ന് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ചില പർട്ടിക്കുലർ വേർഡ്സ് കഴിഞ്ഞൊരു പ്രത്യേക ഒരു തരം ഫോമേ യൂസ് ചെയ്യത്തുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ എക്സ്പെക്ട്സ് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുണ്ട് ഇവിടെ. ഈ എക്സ്പെക്ട്സ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താ? 2 + V1 വേണം യൂസ് ചെയ്യാൻ. എക്സ്പെക്ട്സ് എന്ന വാക്ക് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? 2 + V1 ഫോം വേണം യൂസ് ചെയ്യാൻ.
അപ്പോൾ ഇതിലങ്ങനെ വരുന്നത്, ഓപ്ഷനിൽ അങ്ങനെ വരുന്നത് ഏതാ? ടു കംപ്ലീറ്റ്. അപ്പം ടു കംപ്ലീറ്റ് ആണ് ഇവിടെ ആൻസർ വരേണ്ടത്. ഷീ എക്സ്പെക്ട്സ് ടു കംപ്ലീറ്റ് ദ വർക്ക് അറ്റ് 5 PM. അപ്പോൾ ഈ എക്സ്പെക്ട്സ് എന്നുള്ള വാക്ക്, അങ്ങനെ കുറേ വാക്കുകളുണ്ട്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ എഗ്രി, എയിം, അപ്പിയർ, അറ്റംപ്റ്റ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് യൂസ്ഫുള്ളാണ്. ചൂസ്, ക്ലെയിം, കൺസെൻറ്റ്, ഡിസൈഡ്, ഡിമാൻഡ്, ഡിറ്റർമൈൻ, എൻഡീവർ, ENDEAVOUR, endeavor, expect, fail, hope, hesitate, learn, manage, neglect, offer, prepare, pretend, promise, propose, refuse, threaten, undertake, want, wish. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഫിനിറ്റീവ്സ് ആണ്. ഇപ്പോൾ ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റൂട്ട് ഫോമിന് മുമ്പിൽ, അതായത് ഒരു വേർബിൻ്റെ റൂട്ട് ഫോമിന് മുമ്പിൽ ടു യൂസ് ചെയ്താലാണ് നമ്മളതിനെ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് 2+V1 യൂസ് ചെയ്യുന്നതാണ് ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും വാക്കുകളുടെ കൂടെ നമ്മൾ ഇത്രയും വാക്ക് കഴിഞ്ഞ് ഇൻഫിനിറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണ്? എക്സ്പെക്ട്സ്, എഗ്രി, എയിം, അപ്പിയർ, അറ്റംപ്റ്റ്, ചൂസ്, ക്ലെയിം, കൺസെൻറ്റ്, ഡിസൈഡ്, ഡിമാൻഡ്, ഡിറ്റർമൈൻ, എൻഡീവർ, എക്സ്പെക്റ്റ്, ഫെയിൽ, ഹോപ്പ്, ഹെസിറ്റേറ്റ്, ലേൺ, മാനേജ്, നെഗ്ലക്റ്റ്, ഓഫർ, പ്രിപ്പയർ, പ്രിറ്റൻഡ്, പ്രോമിസ്, പ്രൊപ്പോസ്, റെഫ്യൂസ്, ത്രറ്റന്, അണ്ടർടേക്ക്, വാണ്ട്, വിഷ്. അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെയൊക്കെ കൂടെ 2+V1 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ച് കുറേശ്ശെ വീതമൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഷോർട്ട് കട്ട്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് വേർഡ്സ് നോക്കാം. അപ്പം ഒക്കേഷനും വെക്കേഷനും തമ്മിലുള്ള ആ ഒരു സ്പെല്ലിംഗ് ഡിഫറൻസ് നോക്കാം. VOCATION എന്ന് പറഞ്ഞാൽ എന്താ? വൊക്കേഷൻ. വൊക്കേഷൻ്റെ അർത്ഥം എന്നാ? എ കരിയർ ഓർ ഒക്യുപ്പേഷൻ. അതായത് VOCATION, വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കരിയർ ഓർ ഒക്യുപ്പേഷൻ, തൊഴിൽ, ജോലി എന്നൊക്കെ പറയും. അപ്പോൾ വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കരിയർ ഓർ ഒക്യുപ്പേഷൻ, തൊഴിൽ, ജോലി. ഇനി വെക്കേഷൻ, VACATION, വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? അവധിക്കാലം, വിശ്രമകാലം ഒക്കെ. എ പീരീഡ് ഓഫ് ടൈം, എ പീരീഡ് ഓഫ് time devoted to pleasure,
റെസ്റ്റോർ റിലാക്സേഷൻ. അപ്പം പീരീഡ് ഓഫ് ടൈം ഡിവോട്ടഡ് ടു പ്ലഷർ, റെസ്റ്റോർ, റിലാക്സേഷൻ. അവധിക്കാലം, വിശ്രമകാലം എന്നൊക്കെ പറയും. അപ്പം വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ VOCATION. വൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽ, ജോലി, കരിയർ ഓർ ഒക്കുപ്പേഷൻ. വെക്കേഷൻ VACATION. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ എ പീരീഡ് ഓഫ് ടൈം ഡിവോട്ടഡ് ടു പ്ലഷർ, റെസ്റ്റോർ, റിലാക്സേഷൻ. അവധിക്കാലം, വിശ്രമകാലം എന്നൊക്കെ പറയും. ഇനി സ്റ്റേഷനറിയുടെ ഡിഫറൻസ്. സ്റ്റേഷനറിയും തമ്മിൽ STATION ARY വന്നു കഴിഞ്ഞാൽ എന്താ? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്, നോട്ട് മൂവിങ്, ഇളകാതെ അനങ്ങാതെയൊക്കെ നിൽക്കുന്നത്. അപ്പം നോട്ട് മൂവിങ്. അപ്പം ARY വന്ന സ്റ്റേഷനറി വരുമ്പോൾ എന്താ? നോട്ട് മൂവിങ്, കോൺസ്റ്റൻ്റ് ആയിട്ട് ഇളകാതെ അനങ്ങാതെയൊക്കെ നിൽക്കുന്നത്. ഇനിയിപ്പം STATION ERY. ഈ ഒരു ഈയുടെ ഡിഫറൻസും എയുടെ ഡിഫറൻസുമാണ് വരുന്നത്. ERY വന്ന തന്നെ റൈറ്റിംഗ് മെറ്റീരിയൽസ്, ലേഖന സാമഗ്രികളൊക്കെ. റൈറ്റിംഗ് മെറ്റീരിയൽസ്. അപ്പം സ്റ്റേഷനറി എ ഉള്ള സ്റ്റേഷനറി വന്നു കഴിഞ്ഞാൽ അനങ്ങാതെ നിൽക്കുന്ന, മൂവ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് പറയുന്നതാണ് സ്റ്റേഷനറി, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ഇനി സ്റ്റേഷനറി ERY വന്നാലോ? റൈറ്റിംഗ് മെറ്റീരിയൽസ്, ലേഖന സാമഗ്രികളൊക്കെ. ഇനി കൊളീഷനും കൊളൂഷനും ഒന്ന് നോക്കാം. കൊളീഷൻ COLLISION. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? കൊളൈഡിങ്. കൊളൈഡിങ് എന്ന് പറഞ്ഞാൽ എന്നാ? കൂട്ടിമുട്ടൽ. അപ്പം COLLISION കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൊളൈഡിങ്. കൊളൈഡിങ്ങിൻ്റെ അർത്ഥം എന്നാ? കൂട്ടിമുട്ടൽ, കൂട്ടിയിടിക്കുന്നത്. വണ്ടിയൊക്കെ കൂട്ടിയിടിക്കുകയല്ലേ, അതിന് പറയുന്നതാണ് കൊളീഷൻ. ഇനി കൊളൂഷൻ ആണേൽ സീക്രട്ട് എഗ്രിമെൻറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ എ റോങ് പർപ്പസ്. സീക്രട്ട് എഗ്രിമെൻറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ എ റോങ് പർപ്പസ്. അപ്പോൾ ഒരു തെറ്റായ കാര്യത്തിന് വേണ്ടിയിട്ടൊരു അവർ തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്തുക, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തുക. നേരായ കാര്യത്തിന് വേണ്ടിയൊന്നുമല്ല, ഒരു തെറ്റായ കാര്യം ചെയ്യാനൊക്കെ ആയിട്ടൊരു സീക്രട്ടായിട്ടൊരു അഗ്രിമെൻറ്റ് നടത്തുന്നതിന് പറയുന്നതാണ് കൊളൂഷൻ എന്ന് പറയുന്നത്. COLLUSION. ഇപ്പോൾ കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൊളൈഡിങ്, കൂട്ടിയിടി. COLLISION. കൊളീഷൻ എന്ന് പറഞ്ഞാൽ കൊളൈഡിങ്, കൂട്ടിയിടി. കൊളൂഷൻ എന്ന് പറഞ്ഞാലോ COLLUSION എന്ന് പറഞ്ഞാൽ സീക്രട്ട് എഗ്രിമെൻറ്റ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഫോർ എ റോങ് പർപ്പസ്. അപ്പം നമുക്ക് അടുത്തത് കുറച്ച് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് നോക്കാം. ആബ്സെൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ. ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത സ്ഥിതി, അതിന് പറയുന്ന ഒറ്റ വാക്കെന്നാ? അനാർക്കി. ANARCHY. അപ്പം ആബ്സെൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, അതിന് പറയുന്ന വൺ വേർഡ് എന്ന് പറയുന്നത് അനാർക്കി. ANARCHY. എ ഷോർട്ട് നറേഷൻ ഓഫ് എ സിംഗിൾ ഇൻസിഡൻറ്റ് ഓഫ് പ്രൈവറ്റ് ലൈഫ്. അതായത് ഒരു പ്രൈവറ്റ് ലൈഫിൽ, സ്വകാര്യ ജീവിതത്തിൽ സംഭവിച്ച ഒരു സിംഗിൾ ഇൻസിഡൻറ്റിൻ്റെ അതേക്കുറിച്ചുള്ള ചെറിയൊരു നറേഷൻ, അതിന് പറയുന്ന പേരെന്നാ? വൺ വേർഡ് എന്നാ? അനക്ഡോട്ട്. അപ്പം എ ഷോർട്ട് നറേഷൻ ഓഫ് സിംഗിൾ ഇൻസിഡൻറ്റ് ഓഫ് പ്രൈവറ്റ് ലൈഫിന് പറയുന്നതാണ് അനക്ഡോട്ട്. ANECDOTE. സ്പെല്ലിംഗ് ഓർത്തോണം. എ ഷോർട്ട് നറേഷൻ ഓഫ് സിംഗിൾ ഇൻസിഡൻറ്റ് ഓഫ് പ്രൈവറ്റ് ലൈഫ്. വൺ വേർഡ് എന്താ? അനക്ഡോട്ട്. ANECDOTE. എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ ഐദർ സൈഡ്. അപ്പം നല്ല വീതിയുള്ളൊരു റോഡ്, രണ്ട് വശത്തും ഇങ്ങനെ വലിയ മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് വലിയ വീതിയുള്ള റോഡുകളില്ലേ, അതിന് പറയുന്ന പേരെന്നാ? അവന്യൂ. AVENUE. അപ്പം നല്ല വീതിയുള്ള റോഡ്, ഇരുവശത്തും മരങ്ങളൊക്കെ വെച്ചിട്ടുള്ള അങ്ങനത്തെ നല്ല വീതിയുള്ള റോഡുകൾക്ക് പറയുന്നത് എന്താ? അവന്യൂ. എ വൈഡ് റോഡ് വിത്ത് ട്രീസ് ഓൺ ഐദർ സൈഡ്, അവന്യൂ.
ഹാവിങ് മെനി സ്കിൽസ്, ഒരുപാട് കഴിവുകളുള്ള ആളുകളെ പറയുന്നത് എന്താ? വേഴ്സറ്റൈൽ. VERSATILE. അപ്പം ഒരുപാട് സ്കില്ലുകളുള്ള ആളുകളെ പറയുന്ന ഹാവിങ് മെനി സ്കിൽ എന്താ? വേഴ്സറ്റൈൽ. VERSATILE. തിങ്സ് ഓഫ് ഡിഫറെൻറ്റ് നേച്ചർ, വ്യത്യസ്തമായിട്ട് നേച്ചറുള്ള പല പല തിങ്സിനെ പറയുന്ന പേരെന്താ? ഹെട്രോജീനിയസ്. HETEROGENEOUS. ഇപ്പോൾ സ്പെല്ലിങ് ഹെട്രോജീനിയസിൻ്റെ തന്നെ HETEROGENEOUS. അപ്പം ഡിഫറെൻറ്റ് നേച്ചറുള്ള കാര്യങ്ങൾ, വസ്തുക്കൾ എന്താണെങ്കിലും അതിന് പറയുന്നത് വ്യത്യസ്തതയുള്ളത്, പല പല ഓരോന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിന് പറയുന്നതാണ് ഹെട്രോജീനിയസ്. അപ്പോൾ സെയിമാണ് നമ്മൾ ഹോമോജീനിയസ് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പം ഡിഫറെൻറ്റ് നേച്ചറുള്ള വസ്തുക്കളും കാര്യങ്ങൾക്കൊക്കെ പറയുന്നത് എന്താ? ഹെട്രോജീനിയസ്. HETEROGENEOUS. അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ്ങും ചോദിക്കാറുണ്ടതാണെന്നൊന്ന് എടുത്തു പറഞ്ഞത്. അപ്പം നമുക്ക് അടുത്തതായിട്ട് കുറച്ച് ഇഡിയം ആൻഡ് ഫ്രേസസ് നോക്കാം. എ ബിറ്റർ പിൽ ടു സ്വാളോ. അപ്പം എ ബിറ്റർ പിൽ ടു സ്വാളോ എന്ന് പറഞ്ഞാൽ എന്നാ? പില്ലെന്ന് പറഞ്ഞാൽ എന്താ? ഗുളിക, കയ്പുള്ളൊരു ഗുളിക. ബിറ്റർ പില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അത് വിഴുങ്ങുന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പം അതിൻ്റെ അർത്ഥം എന്നാ? സംതിങ് ദാറ്റ് ഈസ് അൺപ്ലസൻറ്റ്. അൺപ്ലസൻ്റ് ആണ്, ബട്ട് വിച്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ്. അപ്പോൾ അത് നമുക്ക് പറ്റത്തില്ല, ഇഷ്ടമില്ലെങ്കിലും ഇപ്പോൾ ഒരു രോഗമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഗുളിക കഴിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് വെച്ചിട്ട് അർത്ഥം വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം. എ ബിറ്റർ പിൽ ടു സ്വാളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കയ്പുള്ള ഒരു ഗുളിക വിഴുങ്ങുന്നത് നമുക്കിഷ്ടമില്ല, പക്ഷേ അത് ഒരു അൺപ്ലസൻ്റ്, ഒരു സുഖമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ എ ബിറ്റർ പിൽ ടു സ്വാളോ എന്ന് പറഞ്ഞാൽ തന്നെ സംതിങ് ദാറ്റ് ഈസ് അൺപ്ലസൻറ്റ് ബട്ട് വിച്ച് മസ്റ്റ് ബി അക്സെപ്റ്റഡ്. അപ്പോൾ അത് വെച്ചിട്ടങ്ങ് ഓർത്തിരുന്നാൽ മതി, ബിറ്റർ പിൽ ടു സ്വാളോ. അപ്പോൾ ഇത് ഇങ്ങനെ ഓർത്താൽ അതങ്ങ് മറക്കത്തില്ല. അടുത്തത് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇപ്പോൾ ഒരു പൂച്ചേനെ ഒരു ബാഗ്, ജസ്റ്റ് ഒരു ബാഗിലിട്ട് കെട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിനെ അഴിച്ചു കഴിഞ്ഞാൽ അത് ചാടിപ്പോകത്തില്ലേ? അപ്പോൾ അത് പറയുന്ന ഒരു സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു കാര്യം നമ്മൾ അറിയാതെ പറഞ്ഞു പോകുന്നതിനെ പറയുന്നതാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. അപ്പം ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. അപ്പോൾ അത് ജസ്റ്റ് അതും ആ ഒരു അർത്ഥത്തിലങ്ങ് ഓർത്താൽ മതി. നമ്മളൊരു പൂച്ചേനെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണെങ്കിൽ പെട്ടെന്ന് അതങ്ങ് ചാടിപ്പോയില്ല, നമ്മളൊന്ന് തുറക്കുമ്പോൾ ചാടിപ്പോയില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒരു സീക്രട്ടായിട്ട് വെച്ചിരുന്ന കാര്യം അറിയാതെ അബദ്ധപ്പറ്റി പറഞ്ഞു പോകുന്നതിനെയാണ് ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ടെൽ എ സീക്രട്ട് ബൈ മിസ്റ്റേക്ക്. പാരിഷ് പംപ്സ്. പാരിഷ് പംപ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? ലോക്കൽ പൊളിറ്റിക്സ്. ഇപ്പോൾ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പാരിഷ് പംപ്സ് എന്ന് പറഞ്ഞാൽ ലോക്കൽ പൊളിറ്റിക്സ്. മദർ വിറ്റ്. മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കോമൺ സെൻസ്. മദർ വിറ്റ് നാച്ചുറൽ കോമൺ സെൻസ്. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോഴത്തേനും ജസ്റ്റ് അത് ഒരു രീതിയിൽ പെട്ടെന്ന് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്തൊക്കെ പറയുന്ന ആളുകളില്ലേ, അങ്ങനെ. അപ്പം മദർ വിറ്റ് എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ളൊരു കോമൺ സെൻസ്, ജനിതകമായിട്ടുള്ള ഒരു അത് യുക്തി, നാച്ചുറൽ കോമൺ സെൻസ്.